മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന ഗുരുതര ആരോപണം ലോക്സഭയിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങിയ സഭാ സമ്മേളന ദിവസത്തിൽ രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ പലതവണ ഭരണപക്ഷവും പ്രതിഷേധിച്ചു. അതേസമയം ബജറ്റിന് പിന്നാലെ നടത്തിയ വിവാദ പരാമർശം മയപ്പെടുത്തി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വന്നു. വലിയ വിമർശനമുയർന്നതോടെയാണ് മന്ത്രി ജോർജ് കുര്യൻ നേരത്തെ നടത്തിയ പ്രസ്താവന മയപ്പെടുത്തി രംഗത്ത് വന്നത്. പിന്നാക്കമാണ് എന്ന് കേരളം പറഞ്ഞാൽ ഫണ്ട് കിട്ടുമെന്നായിരുന്നു ആദ്യ പ്രസ്താവന. പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. എന്നാൽ LDF UDF വ്യത്യാസമില്ലാതെ കുര്യന്റെ പ്രസ്താവന വിമർശിക്കപ്പെട്ടു. ഇന്ന് പാർലമെന്റിന് മുന്നിൽ ഇടതമ്പിമാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കുര്യന്റെ വിശദീകരണം. If the Kerala government wants more share, they should reach or request the Finance Commission to give more share. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 5 മാസം കൊണ്ട് 70 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് രാഹുൽ. മഹാഭൂരിപക്ഷം വോട്ടുകളും BJP ജയിച്ച മണ്ഡലങ്ങളിൽ ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ മാത്രം 7000 പുതിയ വോട്ടുകൾ ചേർത്തു. The most interesting part, and the Prime Minister is not looking at me. Maharashtra mein more voters were added in 5 months in Maharashtra than were added in 5 years in Maharashtra. ചൈനീസ് സൈനികർ ഇന്ത്യൻ മണ്ണിലാണ്. ചൈനയോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവരുടെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പോരാടേണ്ടി വരുമെന്ന് പരിഹസിച്ച രാഹുൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയപ്പെട്ടുവെന്ന് വിശദീകരിച്ചു. When we talk to the United States, we would not send our foreign minister to invite our Prime Minister to his coronation. We would not send him 3 or 4 times, please invite our Prime Minister. പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിയെ US-ലേക്ക് അയക്കരുതായിരുന്നുവെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഭരണപക്ഷം ഒന്നടങ്കം പ്രതിഷേധിച്ചു. രാഹുൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് വിദേശകാര്യമന്ത്രിയുടെ മറുപടി. Leader of opposition cannot make such serious unsubstantiated statements. This is related to the relation between two countries. രാവിലെ നടപടികൾ ആരംഭിച്ചതു മുതൽ ഇരു സഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. കുംഭമേള ദുരന്തം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതോടെയായിരുന്നു പ്രതിഷേധം. രൂപയുടെ മൂല്യത്തെ മോദി വെന്റിലേറ്ററിലാക്കിയെന്ന് രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനം. അതിനിടെ മനുഷ്യ വന്യജീവി സംഘർഷം AR റഹീം രാജ്യസഭയിൽ ഉന്നയിച്ചു. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ സോണിയാഗാന്ധിക്കെതിരെ BJP MPമാർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.